ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ചില കുട്ടികളെങ്കിലും RRB പരീക്ഷയെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി കേൾക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കും ഗ്രൂപ്പ് ഡി എക്സാം. കുറേ പേര് വർഷങ്ങളായിട്ട് എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കാം. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് കേരള PSC പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന SSC പോലെയോ RRBയുടെ മറ്റ് പരീക്ഷകളൊക്കെ എഴുതി വരുന്ന ആളുകളുണ്ടായിരിക്കാം. എന്നാൽ കുറച്ച് പേരെങ്കിലും ഈ പരീക്ഷയെ പറ്റി കാര്യമായിട്ട് അറിവില്ലാത്ത, ആദ്യമായിട്ട് എക്സാം എഴുതാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താണ് RRB ഗ്രൂപ്പ് ഡി എക്സാം, പരീക്ഷയെ എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്, ഈ പരീക്ഷയുടെ പ്രത്യേകതകൾ, സാധ്യതകൾ, അവസരങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ പരീക്ഷ. RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പരീക്ഷ, ഈ പോസ്റ്റ്, അല്ലെങ്കിൽ ഇത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്, എന്താണ് അതിൻ്റെ ജോലി, എന്താണ് അതിൻ്റെ പ്രൊമോഷൻ, എത്രയാണ് ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിനുശേഷം ആർക്കൊക്കെയാണ് ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം എവിടെ വേണം ഈ പരീക്ഷ അപേക്ഷിക്കാനായിട്ട്. ഇപ്പം ഒരു പരീക്ഷയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അത് ആർക്കൊക്കെ എഴുതാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ പരീക്ഷയെ അപേക്ഷിക്കേണ്ടതെന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് എത്ര പൈസയാണ്, ഏത് ഫോർമാറ്റിലായിരിക്കും എക്സാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയെ അപേക്ഷിക്കേണ്ടത്, അപേക്ഷ എവിടെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം എങ്ങനെ വേണം അപേക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം എന്നായിരിക്കും പരീക്ഷ. അപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓരോ കുട്ടിയും ഒരു ഡെഡ് ലൈൻ മനസ്സിൽ കാണണം, അല്ലെ, പരീക്ഷ ഈ ഒരു സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്തിന് മുന്നേ എനിക്ക് പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പരീക്ഷ കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ കവർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ലെവൽ 1 ജോലിയാണ്. അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ശേഷം, ഡിഫൻസിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ലെവൽ 1 ജോലിയാണ് എന്ത്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും ഇതിനെ വളരെ നെഗറ്റീവ് സെൻസിൽ കാണുന്ന ആളുകളുണ്ട്. ലെവൽ 1 ജോലിയാണ്, കൂലിപ്പണിയാണ്, പട്ടിപ്പണിയാണ്. അപ്പം ഇത് ഒബ്വിയസ്ലി ഇതിനകത്ത് നിങ്ങൾക്ക് ഫീൽഡ് വർക്കും പ്രാക്ടിക്കൽ വർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നല്ല മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ കടന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ജോലിയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ആളുകൾ, നെഗറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടു കാണിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, അവരായിരിക്കും ചിലപ്പോൾ ആദ്യം തന്നെ ഈ പരീക്ഷ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കുക. നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഒരു സ്ഥിരതയുള്ള വരുമാനം, ഒരു സർക്കാർ ജോലി, ഇതെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരം തന്നെയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ ലെവൽ 1 ജോലിയാണ് ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേ സ്കെയിലിൽ ഏറ്റവും താഴെ കിടക്കുന്ന ജോലി തന്നെയാണ്. നമ്മൾ ഇവിടെ പ്രകാരമാണ് കേരള PSCയിൽ LGS എന്നും അല്ലെങ്കിൽ LDC എന്നൊക്കെ പറയുന്നത്. LDC അല്ല, ആക്ച്വലി LGS എന്ന്, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു ജോലിയാണ് എന്ത്, നമ്മുടെ ഇവിടുത്തെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി SSC MTS പോലെയൊക്കെ നമുക്ക് പറയാം. ഇനി ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ വർക്ക് ഉണ്ടായിരിക്കും. അത് മാത്രമായിരിക്കും ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത വർക്കുകൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ട്രാക്കിന്റെ മെയിൻ്റനൻസ് നിങ്ങൾ കണ്ടു കാണും. ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കണ്ടു കാണിരിക്കും. ടെക്നിക്കൽ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നവർ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലോ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ലേബർ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് അസിസ്റ്റൻസുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുള്ള ആളുകളെ ചെയ്യുന്നത്. സ്റ്റേഷൻ സപ്പോർട്ട് വർക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ പോയിന്റ്സ്മാൻ പോലുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് സിഗ്നലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജോലികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വർക്കിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലെവൽ 1 പോസ്റ്റാണ്, ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കും. ഫീൽഡ് വർക്ക് ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനത്തെ ജോലികൾ മാത്രമല്ല, അല്ലാത്ത ജോലികളുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ്സ്മാൻ പോലുള്ള ജോലികളുണ്ട്. പോയിന്റ്സ്മാൻ സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് വരുന്നത്. ഓക്കെ, പിന്നെ എല്ലാ മാസവും ശമ്പളം കിട്ടും വ്യക്തമായിട്ട്. അതുപോലെ തന്നെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സാലറിയെ പറ്റി പറയുമ്പോഴും അതിന് താഴെയും കുട്ടികൾ വന്നിട്ട് പലരും ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാറുണ്ട്. നിസ്സാര ശമ്പളമാണ്, ശമ്പളം പല വീഡിയോസിലും ആളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കയറ്റി പറയുന്നതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി. എഗെയിൻ ഞാൻ പറയുന്ന നെഗറ്റീവ് കമൻറ്റുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ നേരം കാണുള്ളൂ. നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. ഓക്കെ, 18,000 രൂപയാണ് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് പേ പ്ലസ് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക്
ഇന്ത്യൻ റെയിൽവേയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന HR എന്ന് പറയുന്നത് 58%. ഈ 58%, HR അല്ല, DA എന്ന് പറയുന്നത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 58% ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ബേസിക് പേയുടെ പുറത്ത് കൊടുക്കുന്നത്. ഇത് 50% എന്ന് പറഞ്ഞാൽ തന്നെ 18,000-ന്റെ 50% എന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപയായി? നിങ്ങളൊന്ന് കണക്കൂട്ടിയേ. ഏകദേശം 9,000 രൂപയായി അല്ലേ? അപ്പോൾ ബേസിക് പേ പ്ലസ് DA കൂട്ടിയാൽ തന്നെ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? 27,000 രൂപ വരും. ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അലവൻസുകൾ കിട്ടും? യൂണിഫോം അലവൻസ് ഉണ്ടായിരിക്കും. യൂണിഫോം, ഇപ്പോൾ പോയിന്റ്സ്മാൻ പോലുള്ള ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ്മാൻ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരിക്കും. അപ്പോൾ യൂണിഫോം അലവൻസ് ഉണ്ടായിരിക്കും, ട്രാവലിംഗ് അലവൻസ് TA ഉണ്ടായിരിക്കും, HR ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ്, അങ്ങനെ പല അലവൻസുകളും, നാഷണൽ ഹോളിഡേ അതിന് ഉള്ള അലവൻസ്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കുള്ള അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകളും ഉള്ള ഒരു ജോലിയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 30,000-ന് മുകളിൽ നിങ്ങളുടെ കയ്യിൽ സാലറി ഇൻ ഹാൻഡ് ലഭ്യമാകും. ഓക്കെ, അത് പോരാത്തതിന് ഇപ്പോൾ എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? 8th പേ കമ്മീഷൻ വരാനിരിക്കുകയാണ്. ബേസിക് പേ എല്ലാം റിവൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സാലറിയിൽ അതിനനുസരിച്ചൊരു മാറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല ശമ്പളം ലഭിക്കുന്ന, സ്ഥിരതയുള്ള ഒരു വരുമാനമുള്ള, ഒരു ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണ് ഗ്രൂപ്പ് ഡി ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെയാണ്? പ്രൊമോഷൻ സാധ്യതകൾ തീർച്ചയായിട്ടും ഉള്ള ജോലി തന്നെയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. കയറിയ പാടെ തന്നെ പ്രൊമോഷൻ കിട്ടുമെന്ന് വാശി പിടിക്കരുത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഉള്ളവരായിരിക്കാം, +2 ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ കയറിയ പാടെ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ മറ്റേ പോസ്റ്റിലേക്ക് എത്തുന്നു എന്ന് ഉള്ള മിഥ്യാധാരണകൾ പാടില്ല. ടൈം എടുക്കും, പക്ഷെ പ്രൊമോഷനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോഷനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് ഒന്ന്, സീനിയോറിറ്റി ബേസിസിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാം. മറ്റേതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റേതൊരു സർക്കാർ ജോലിയിലും ഉള്ള പോലെ തന്നെ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച്, നിങ്ങളുടെ സർവീസ് കൂടുന്നതനുസരിച്ച്, സീനിയോറിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പ്രൊമോഷൻ കിട്ടിപ്പോകുന്നു. അതാണ് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യാം? പ്രൊമോഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നതിന് അകത്ത് തന്നെ അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, LDCE, ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്, ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം അഥവാ LDCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജോലി കിട്ടി കയറി ചെല്ലുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർ മാത്രം എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ ടെസ്റ്റ് ആയിരിക്കും LDCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലാണ് കയറിയിരിക്കുന്നത്. ലെവൽ 1 പോസ്റ്റാണ് പോയിന്റ്സ്മാൻ, അതിനകത്താണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ LDCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മറ്റ് പോസ്റ്റുകളാണോ ഉള്ളത് ആ പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻ, അത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് GDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? GDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ഈ കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സാധ്യതകൾ പ്രൊമോഷന് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രൊമോഷൻ സാധ്യതകളുള്ള, ജോബ് സെക്യൂരിറ്റി ഉള്ള, സ്ഥിരതയുള്ള വരുമാനമുള്ള, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ശമ്പളം ലഭിക്കുന്ന, എന്നാൽ ഈ പറഞ്ഞ പോലെ ട്രാക്ക് മെയിൻ്റനൻസും ടെക്നിക്കൽ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുക, സ്റ്റേഷൻ സപ്പോർട്ട് വർക്ക്, ഫീൽഡ് വർക്കും എല്ലാം ഉള്ള ഒരു ലെവൽ 1 ജോലിയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എക്സാമിനെ പറ്റി അറിയാത്ത കുട്ടികൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ എൻഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വിളിക്കും. ഓരോ വർഷം വിളിക്കുമ്പോൾ മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്കായിട്ടാണ് വിളിക്കുന്നത്. ഒറ്റ പോസ്റ്റല്ല ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്, ഒറ്റ പോസ്റ്റല്ല. ലെവൽ 1 ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് പോസ്റ്റുകളുണ്ട്, ഒട്ടനവധി പോസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് പല വകുപ്പുകളുടെ ഒരു എന്താ പറയുന്നത് കോർഡിനേഷനിലൂടെയാണ് അല്ലേ. അതായത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, സ്റ്റോർസ് ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള വിവിധ തസ്തികകളിലേക്കായിട്ട് ഒരുമിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജോലി സാധ്യതകൾ, അതിൻ്റെ നേച്ചർ, അതിൻ്റെ ശമ്പളം, അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്നും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിഞ്ഞു. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന്, ആർക്കൊക്കെ ഈ പരീക്ഷയെ എഴുതാനായിട്ട് പറ്റും?
സ്ഥിരം. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ. കഴിഞ്ഞ വർഷം അതിൻ്റെ പുറത്ത് കോടതിയിൽ കേസ് അങ്ങനെ അതിൻ്റെ പുറകെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഇനി പരീക്ഷ നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ? ടെൻഷൻ സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ വർഷം പരീക്ഷയെ കാത്തിരുന്ന കുട്ടികൾക്ക് ഈ തവണ പരീക്ഷ അവർ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ ടെൻഷൻ വരാം. എത്ര നാൾ ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷ എഴുതാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. പരീക്ഷയുടെ യോഗ്യത തിരിച്ചറിയുന്നതിന് വേണ്ടി RRB എല്ലാ പരീക്ഷകൾക്കും, ഗ്രൂപ്പ് ഡി പരീക്ഷ മാത്രമല്ല RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും 3 യോഗ്യതകളാണ് അവർ പാരാമീറ്റർ ആയിട്ട് വെക്കുന്നത്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായമാണ്. നിങ്ങൾ 18 വയസ്സ് മുതൽ 33 വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകളായിരിക്കണം. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ അൺറിസർവ്ഡ് EWSകാർക്കാണ് ഈ ജോലി കിട്ടുക. അൺറിസർവ്ഡ് EWSകാർ, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് എന്തായിരിക്കും, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് അവരുടെ പ്രായപരിധിയാണ് 18 വയസ്സ് മുതൽ 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അല്ലാത്തവരുടെ OBC NCLകാർക്കോ അവർക്ക് അധികമായിട്ടുള്ള ഒരു 3 വർഷം കിട്ടും. SC STക്കാർക്ക് അധികമായിട്ടുള്ള ഒരു 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, OBC എല്ലാവർക്കും കിട്ടില്ല. ആർക്കേ കിട്ടുള്ളൂ? നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കാണ് അധികം 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നിങ്ങൾ ഒരു OBC NCL കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33ന്റെ കൂടെ ഈ അധികം 3 വർഷം കൂടെ കൂട്ടിയാൽ 36 വയസ്സ് വരെയാണ്. നിങ്ങൾ ഒരു SC ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18, 33ന്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 38 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരാം. ഈ 93, 88 ജനിച്ചിട്ടുള്ള ആളുകൾക്ക് സംശയം വരാം, ഒരു ബോർഡർ ലൈനിലാണ്. അപ്പോൾ എന്താണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റൂ. ഞാൻ ഇന്ന വർഷം ഇന്ന മാസത്തിൽ ജനിച്ച ആളാണ്, പരീക്ഷ എഴുതാനായിട്ട് പറ്റൂ. ഇത് ഞാൻ ഏത് വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലും ആ വീഡിയോ മുഴുവൻ കണ്ടു നോക്കാതെ അതിൻ്റെ താഴെ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക, അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയരുത്. നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷയെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രായപരിധി ഇവിടെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2/1/1993 എന്ന് പറയുന്ന ഡേറ്റിനോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള UR EWSകാർക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ EWS കോട്ടയിൽ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി നിങ്ങൾ 2/1/93 എന്ന് പറയുന്ന ഡേറ്റിനോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. OBC NCL സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആളുകൾ, അല്ലെങ്കിൽ OBC NCLന്റെ സാധ്യത, അതിന്റെ സംവരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 2/1/1990 അതിന് എന്ന് പറയുന്ന ഡേറ്റോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. SC ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ 2/1/1988 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. ഇനി നിങ്ങളുടെ ചുരുങ്ങിയ പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2008 ആണ്. 1/1/2008 മുന്നേ ജനിച്ചവരായിരിക്കണം. അതിനുശേഷം ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റില്ല. 1/1/2008 മുന്നേ ജനിച്ചിട്ടുള്ള ആളുകളാണ് 18 വയസ്സ് എന്നാണ് അവർ പ്രായപരിധിയുടെ മിനിമം പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് 1/1/2008 മുന്നേ ജനിച്ചിട്ടുള്ള, നിങ്ങൾ ഈ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും 1/1/2008 മുന്നേ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രായപരിധിയുടെ കാര്യത്തിലുള്ള അതിൻ്റെ ഒരു നീക്കുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ കണ്ടു 18 വയസ്സ് മുതൽ 33 വയസ്സ്, അതിൻ്റെ മറ്റ് സാധ്യതകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പുലിവാലുണ്ടാക്കിയ ഒരു കേസാണിത്. അപ്പോൾ 10ാം ക്ലാസ്സോ ITIയോ മതി. 10ാം ക്ലാസ്സോ ITIയോ മതി. നിങ്ങളുടെ കയ്യിൽ 10 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, 10th പാസ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം? ഈ പരീക്ഷ എഴുതാം. ഇനി എന്ത് വേണം? 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റോ ITI സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നത്. രണ്ടും വേണമെന്നല്ല, ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2, A3, B1, C1 ഈ 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകളിലേക്കാണ് ഇത്തവണ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സ്റ്റാൻഡേർഡോ അതെന്താണ് സംഭവം, എന്താണ് A2, എന്താണ് A3, എന്താണ് B1, എന്താണ് C1 എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കാണിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക. റെയിൽവേ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ
നമ്മൾ എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്, ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. 2 യോഗ്യതകൾ നിങ്ങൾ കണ്ടു, പ്രായം കണ്ടു, വിദ്യാഭ്യാസ യോഗ്യത കണ്ടു. അതേപോലെ തന്നെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു യോഗ്യതയാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ മെഡിക്കലി എത്ര കണ്ട് ഫിറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള PSC എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യത നമ്മുടെ SI ഫിസിക്കൽ ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ SI ടെസ്റ്റ് പോലെയുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേറെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വേറെ. ടെസ്റ്റ് വേറെ തന്നെയാണ്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതല്ല. പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ കാഴ്ച ശക്തിയെപ്പറ്റി, നിങ്ങളുടെ കേൾവി ശക്തിയെപ്പറ്റി, നിങ്ങളുടെ ബോഡിയിലുള്ള മറ്റ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പരീക്ഷയാണ് ആക്ച്വലി മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ച ശക്തി, നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണെന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ ഇന്ന പവറുള്ള കണ്ണടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് വേറെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ഏതാനും 1 മാസം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് 40 മിനിറ്റിൻ്റെ മെഡിക്കൽ എക്സാമിനേഷനെ പറ്റിയിട്ട്. ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ നിങ്ങളിപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് നോക്കിയാലും RRB ആ മെഡിക്കൽ മാനുവലിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ മാനുവലിൻ്റെ PDF കാണിച്ചുകൊണ്ട് ആ PDF കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ലഭ്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ A2, A3, B1, C1 എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് A2, A3, B1, C1 മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ മെഡിക്കൽ ടെസ്റ്റുകളും അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഈ 40 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലാരിറ്റി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് റിപ്ലൈ തരാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കളർ വിഷൻ പാസ്സായിരിക്കണം, ബൈനോക്കുലർ വിഷൻ പാസ്സായിരിക്കണം, നൈറ്റ് വിഷൻ പാസ്സായിരിക്കണം, മെസോപ്പിക് വിഷൻ പാസ്സായിരിക്കണം. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നിങ്ങൾ കണ്ണട ഉപയോഗിക്കാൻ പാടുള്ള ആളുകളല്ല. അപ്പൊ A2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ജോലികൾക്ക് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? കണ്ണട ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ കണ്ണട ഉള്ള ആളുകൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളെ അപ്ലിക്കേഷൻ നിങ്ങൾ റിജക്റ്റ് ആവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോവും. നിങ്ങൾ മെഡിക്കൽ എത്തുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്തു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പോസ്റ്റിന് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാനായിട്ട് പറ്റില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ തുടക്കം തന്നെ അത് മനസ്സിലാക്കിയിട്ട് പോവാം. ഏതൊക്കെ ജോലികളാണ്, എൻ്റെ ശാരീരിക അവസ്ഥ എന്താണ്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി എത്രത്തോളം ഉണ്ട്, എൻ്റെ കാതിൻ്റെ കേൾവി ശക്തി എത്രത്തോളം ഉണ്ട്, എനിക്ക് മറ്റെന്തെങ്കിലും ഈ ഫ്ലാറ്റ് ഫുട്ട് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, BP പ്രശ്നമുണ്ടോ, ഷുഗർ പ്രശ്നമുണ്ടോ, എക്സ്റേ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കൂ, പൈൽസിൻ്റെ പ്രശ്നമുണ്ടോ, ഹെർണിയ പ്രശ്നമുണ്ടോ, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെഡിക്കലി പക്ക ഫിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഈ പറഞ്ഞ പോലെ കാഴ്ചക്കുറവുള്ള ആളുകൾ, കാഴ്ചക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐസൈറ്റ് ഈ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ RRBയിൽ എക്സാമിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിന് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തിക്ക് ഉതകും വിധത്തിലുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റിന് മുൻഗണന വെക്കുക, പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറയും നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ അല്ല, ഞങ്ങൾ റിജക്ട് ചെയ്യുന്നു, നിങ്ങൾ പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് വാങ്ങിച്ചാലും കാര്യമില്ല, നിങ്ങൾ ഈ പോസ്റ്റിന് മെഡിക്കലി എലിജിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ റിജക്ട് ചെയ്തു എന്ന് പറയും. അപ്പോൾ തുടക്കത്തിലേ തന്നെ അത് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് സംശയങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ A2-ന് കണ്ണട ഉപയോഗിക്കാൻ പറ്റില്ല. A3യുടെ അവസ്ഥ എന്താണ്? A3-ൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാം, പക്ഷേ സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടണം? 6/9 വായിക്കാൻ പറ്റണം. 6/9 വിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കണ്ണട ഉപയോഗിക്കാം, കണ്ണട ഉപയോഗിച്ചുകൊണ്ട് 6/9 ഉണ്ടായാൽ മതി. ഇവിടെ കണ്ണട ഉപയോഗിക്കാതെ 6/9 ഉണ്ടാവണം. ബാക്കി എല്ലാവിടെയും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? സ്പെക്സ് യൂസ് ചെയ്യാം. 6/9 6/12 ഉണ്ടായാൽ മതി. ഇവിടെ 6/12 6/18 ഉണ്ടായാൽ മതി കണ്ണട ഉപയോഗിക്കാം. പക്ഷെ മറ്റ് ടെസ്റ്റുകൾ കൂടെ പാസ്സായിരിക്കണം. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് പാടില്ല, ബൈനോക്കുലർ വിഷൻ പക്കയായിരിക്കണം, നൈറ്റ് വിഷൻ പക്കയായിരിക്കണം, മെസോപ്പിക് വിഷൻ പക്കയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത്, മെഡിക്കൽ ടെസ്റ്റിനകത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ
ഈ പറയുന്ന പരീക്ഷകളിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ കാര്യം. പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, മെഡിക്കൽ. പ്രായപരിധിയിൽ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആനുകൂല്യം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തീർപ്പ് കൽപ്പിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി ഈ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഇനി എവിടെ വേണം ഈ പരീക്ഷ അപേക്ഷിക്കാനായിട്ട്? അപ്പോൾ നിലവിൽ നമുക്കറിയാം 21 RRBs ആണുള്ളത്. പക്ഷെ RRB അല്ല, ഓരോ സോണുകളിലേക്കായിട്ടാണ് ഇത്തവണ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു RRB, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ചെന്നൈ RRB ആണ്. ചെന്നൈ RRBയിലുള്ള, സദേൺ റെയിൽവേയിലെ ചെന്നൈ RRBയിലുള്ള ഓരോ പോസ്റ്റുകളും ആ പോസ്റ്റിന് എത്രത്തോളം ഒഴിവുകൾ ഉണ്ടെന്നും അതിൻ്റെ കമ്മ്യൂണിറ്റി വൈസ് ഒഴിവുകൾ എത്രയാണെന്നുള്ളതൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അതിന് 111 UR ഒഴിവുകളുണ്ട്. അപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 111 ഒഴിവുണ്ട്. SC കമ്മ്യൂണിറ്റിക്ക് 35 സീറ്റ് ഉണ്ട്, ST കമ്മ്യൂണിറ്റിക്ക് 20 സീറ്റ് ഉണ്ട്, OBC കമ്മ്യൂണിറ്റിക്ക് 55 സീറ്റ് ഉണ്ട്, EWSന് 20 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 241 ഒഴിവുകൾ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിന് എവിടെയുണ്ട്? ചെന്നൈയിലുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്, അത് A2 ആണ്. കർണാടക ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോയിന്റ്സ്മാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പോയിന്റ്സ്മാൻ ഒഴിവുള്ള RRB ഏതാണോ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ള ഒരാളാണ്, നിങ്ങൾ കന്നഡ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റുകൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എവിടെയാണോ ഒഴിവ് കൂടുതലുള്ളത് എന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നുള്ളതും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് ഇവിടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ദൈർഘ്യം കൂടും, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ RRBകളിൽ അല്ലെങ്കിൽ ഓരോ സോണുകളിലെ വേക്കൻസി ചാർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ തന്നെ ചാനലിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികൾ, ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാം ലിങ്കുകൾ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. റെയിൽവേയുടെ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ എല്ലാ അപ്ഡേറ്റുകളും നമ്മളതിനകത്ത് ഡെയിലി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സാധ്യതകൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 7 ഒഴിവാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നത്, 3 ഒഴിവാണ് SC, 1 ഒഴിവാണ് ST, OBCക്ക് 5 ഒഴിവാണ്, EWSന് 3 ഒഴിവാണ്. അങ്ങനെ ആകെ തുക 19 ഒഴിവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം നിങ്ങൾക്ക് വരാം, സാറേ ഞാൻ ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഒഴിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പോസ്റ്റിന് എന്ന് ചോദ്യം വരാം. അങ്ങനെയല്ല. നിങ്ങൾ ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 7 ഒഴിവും കിട്ടും, പ്ലസ് ഒരു നിങ്ങളുടെ ഒഴിവും കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഒഴിവ് കിട്ടും? 8 ഒഴിവാണ് ST കമ്മ്യൂണിറ്റിയിൽ ഈ പർട്ടിക്കുലർ പോസ്റ്റിനുള്ളത്. ഈ 7ഉം ഈ 1ഉം കൂടെ കൂട്ടിയ, OBCക്കാരാണെങ്കിൽ ഈ 7ഉം 5ഉം കൂടെ കൂട്ടിയ 12 ഒഴിവ്, EWSകാരാണെങ്കിൽ 10 ഒഴിവ്, SCക്കാരാണെങ്കിലും 10 ഒഴിവ് കിട്ടും. അങ്ങനെ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലരും തെറ്റിപ്പോകാറുണ്ട്. അതായത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് UR EWS വേക്കൻസി ആണ് എന്ന് ഞാൻ പറഞ്ഞു. സപ്പോസ് നിങ്ങൾ 18 വയസ്സ് മുതൽ 30 അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു OBC NCL കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ OBC NCLൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. കാരണം അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWSൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ശരിയല്ലേ? അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കമ്മ്യൂണിറ്റിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നിങ്ങളൊരു 35 വയസ്സുള്ള OBC NCLകാരനാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓപ്പൺ മെറിറ്റിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന OBC NCLൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ OBC NCLൻ്റെ ഏജ് റിലാക്സേഷൻ ഉപയോഗിച്ചുകൊണ്ട് 35 വയസ്സുള്ള ആൾ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഈ OBCയിലുള്ള ഒഴിവുകളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങളൊരു 32 വയസ്സുള്ള OBC NCLകാരനാണെന്നുണ്ടെങ്കിൽ
32 വയസ്സുള്ള OBC NCLകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ ഒഴിവുകളും കിട്ടും, അതിൻ്റെ കൂടെ ഈ ഒഴിവുകളും കിട്ടും. വ്യക്തമായോ? ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. 35 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങൾ OBC NCL എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയുടെ ഏജ് റിലാക്സേഷൻ ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ OBC കാറ്റഗറിയിലുള്ള ഈ ഒഴിവുകൾ മാത്രമായിരിക്കും. 32 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ OBC NCL കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ സ്വാഭാവികമായിട്ടും UR-EWSന്റെ ഈ പ്രായപരിധിക്ക് അകത്ത് വരുന്ന ആളായതുകൊണ്ട് UR-ന്റെ ഒഴിവുകളും കിട്ടും. സ്വാഭാവികമായിട്ട് OBC NCL കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളായതുകൊണ്ട് അതിൻ്റെ ഒഴിവുകളും കിട്ടും. അങ്ങനെയാണ് RRB ഈ പറയുന്ന പോലെ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വ്യക്തമായല്ലോ. ഇതിൽ എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളതിൻ്റെ ഇനിയുള്ള സംശയങ്ങളെല്ലാം നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. അതിന് പുറമെ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ സോണിനെ വെച്ചുകൊണ്ടും ഏതൊക്കെ പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെയും ജോലി സാധ്യത, പോസ്റ്റുകൾ മാറുമ്പോൾ ശമ്പളം മാറുമോ, പോസ്റ്റിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ എത്രയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി എന്തൊക്കെ പഠിക്കണം? പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് എഴുതാനായിട്ട് പോകുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഈ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ജോലി കിട്ടുക. ഓക്കെ, ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര മണിക്കൂറാണ് പരീക്ഷ? 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നിങ്ങൾക്കുള്ളത്. എത്ര ചോദ്യം ഉണ്ടായിരിക്കും? 100 ചോദ്യം ഉണ്ടായിരിക്കും. എത്ര മാർക്ക് ഉണ്ടായിരിക്കും? 100 മാർക്ക് ഉണ്ടായിരിക്കും. ഒരു ചോദ്യം തെറ്റിയാൽ നിങ്ങളുടെ 1/3 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. അതിൽ 25 മാർക്കിന് നിങ്ങൾ സയൻസ് പഠിക്കണം, 25 മാർക്കിന് കണക്ക് പഠിക്കണം, 30 മാർക്കിന് റീസണിങ് പഠിക്കണം, 20 മാർക്കിന് നിങ്ങൾ കറണ്ട് അഫെയറും GK പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരുന്നത്? നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി വന്നിരിക്കുന്നത്. ആ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ 2025 സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 09/2025 ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5. ഇത് 9ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതിന് മുന്നേ ഉള്ള 5 പരീക്ഷകളുടെ നോട്ടീസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതിൽ ഏറ്റവും അവസാനം പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? മാർച്ച് 12-നാണ്. മാർച്ച് 12-ഓടെ ആദ്യത്തെ 5 നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ തീരും. പിന്നെ നിങ്ങൾക്ക് എന്താ അതിന് ശേഷം നടക്കാനുള്ളത്? 6ാമത്തെ നോട്ടിഫിക്കേഷൻ നടത്തണം, 7ാമത്തെ നോട്ടിഫിക്കേഷൻ, 8ാമത്തെ നോട്ടിഫിക്കേഷൻ, 9ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇതിൽ ഈ 9ാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ നിങ്ങൾക്ക് NTPC ഗ്രാജുവേറ്റ് നടത്താനുണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് നടത്താനുണ്ട്. പിന്നെ ഏതാണ് നടക്കാനുള്ളത്? നിങ്ങൾക്ക് ഈ ഐസൊലേറ്റഡ് ആൻഡ് മിനിസ്റ്റീരിയൽ കാറ്റഗറിയിലുള്ള പരീക്ഷ നടത്താനുണ്ട്. അതിനുശേഷമാണ് ഗ്രൂപ്പ് ഡി എക്സാം നടക്കുക. അപ്പോൾ NTPC ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ചുരുങ്ങിയത് 20 ദിവസമെങ്കിലും വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ തന്നെ ഏകദേശം 2 മാസത്തോളം നിങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ മാർച്ചിന് ശേഷം 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏപ്രിലും മെയ്യും കഴിഞ്ഞു. ഇനി നമ്മുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിക്ക് നമുക്ക് നടത്താനായിട്ട് ചിലപ്പോൾ ഒരു 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടോ അവർ നടത്തിയെന്ന് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും RRB എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും RRB ഫ്രീ ആയിരിക്കും. എന്ത് കണ്ടക്ട് ചെയ്യാനായിട്ട്? ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ജൂൺ മാസത്തിന് മുന്നേ സിലബസ് പഠിച്ചു തീർക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയിട്ട് ഇരിക്കുക. ഒരു ജൂണിന് ശേഷം നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. നിലവിലെ സാഹചര്യത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും മാക്സിമം നമുക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ജൂൺ മാസത്തിനോടകം തന്നെ പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. കാരണം മാർച്ച് മാസം ആകുമ്പോഴേക്കും ആദ്യത്തെ 5 നോട്ടിഫിക്കേഷൻസ് കഴിയും. NTPC ഗ്രാജുവേറ്റ് ഉണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്. NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഒരു 20 ദിവസം വീതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി അതൊരു 2-3 ദിവസം കൊണ്ട് അത് ചിലപ്പോൾ എടുത്ത് പരീക്ഷ കണക്ട് ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ഡി എക്സാം ആണ് അല്ലേ? നിലവിൽ ഓൾറെഡി 2024 ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പാരലായിട്ട് ആ ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് അവർ എന്തിട്ടിരിക്കുന്നത്?
മറ്റ് നോട്ടിഫിക്കേഷൻസ് അതിൻ്റെ എക്സാം ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ RRBക്ക് ഇതൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു ജൂൺ മാസത്തിൽ പരീക്ഷ വരും എന്ന ധാരണയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷയെ പറ്റി അറിയുന്ന കുട്ടികൾ അല്ലെങ്കിൽ കേൾക്കുന്ന കുട്ടികൾക്ക് ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരിക്കും. ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ പറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരിക്കും. പരീക്ഷയിൽ എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഒഴിവ് എവിടെയാണുള്ളത്, എൻ്റെ കമ്മ്യൂണിറ്റി ഇതാണ്, അപ്പോൾ ഞാൻ ഏത് പോസ്റ്റ് അല്ലെങ്കിൽ എവിടെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതാണ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മാറ്റിത്തരുന്ന രീതിയിലുള്ള വീഡിയോസും നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു 500 ദിവസത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500 ദിവസത്തെ വാലിഡിറ്റിയിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ടൈം ഗ്രൂപ്പ് ഡി ബാച്ച്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.